നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ ഞാനോട് പറയുകയാണ്. എനിക്ക് 2 കുട്ടികളാണ്, അത് 2 പെൺകുട്ടികളാണ്. 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു കുട്ടി ഇതിൽ കളറ് കാട്ടുന്ന കുട്ടിയാണ്, ഒരു കുട്ടി കളർ കുറഞ്ഞ കുട്ടിയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് അമ്മക്ക് അച്ഛനും യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലാതെ അവർ ഭയങ്കര കൂട്ടുകാരികളൊക്കെ ഒരു വീട്ടിൽ ജീവിക്കുന്നു, പഠിക്കാൻ പോകുന്നു, ഒരു പ്രശ്നമില്ല. ആൾക്കാർക്കാണെങ്കിൽ എൻ്റെ കഴപ്പ് മനസ്സിലായോ? ട്രോളന്മാര് മൈരന്മാരോട് ഞാൻ നോക്കാറില്ല. എനിക്ക് ട്രോളന്മാരോട് താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. അതാണ് പലപ്പോഴും വ്യക്തിഹത്യകളാകുമ്പോഴാണുള്ള വ്യക്തിഹത്യൊന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു കലാകാരനാണ്, ഞാൻ TV-യിൽ വരുന്ന ആളാണ്, സിനിമയിൽ വരുന്ന ആളാണ്. എനിക്ക് ഈ ട്രോളന്മാരെ ഒന്നല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ധർമ്മജ ഇങ്ങനെയാണോ എന്നിട്ട് നേരിട്ടെന്ന് വിളിച്ച് പറയുക. അല്ലാതെ വെറുതെ ഒരു റോസാപ്പൂവിന്റെ പടം ഇട്ടിട്ട് എന്നെ തെളിവില്ല കാര്യമുണ്ടോ? നേരിട്ട് പറയുക, ധർമ്മജ ഇന്നാണോ, അതെന്താ നിങ്ങളിങ്ങനെ പറഞ്ഞത്, അത് ശരിയായില്ലല്ലോ, ഇത് പറയുന്നത് എനിക്ക് അർത്ഥമില്ല. നേരിട്ട് പറയട്ടെ. ഇപ്പൊ മഞ്ജു പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് അല്ലേ? മഞ്ജുവിന്റെ കുറിച്ച് എനിക്കറിയാവുന്നതാണ്. എന്താണ് ഇതിലൊക്കെ എന്താ കുഴപ്പമുള്ളത്? ഇവർക്കൊക്കെ എന്താ എന്തിന്റെ നമ്മുടെ ആരോഗ്യം, മാനസികാരോഗ്യം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നോക്കി കണ്ണു വീഴുകയും ഇങ്ങനെ നോക്കി ചിരിക്കുകയും ചെയ്യാനായിട്ട് അപൂർവ ജീവികളൊന്നുമല്ല ആരും. അപ്പൊ അത് തമാശ, നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു തമാശകള് അനാരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത്തരം കുഞ്ഞു കുഞ്ഞു തമാശകൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇത് പണ്ടത്തെ സിനിമകളിൽ അങ്ങനെ എന്തും പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അന്ന് എന്തും പറഞ്ഞതിന്റെ ബാധ്യതയാണ് ഇന്ന് നമ്മളിവിടെ അനുഭവിക്കുന്നത്. അന്ന് എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാബോധത്തിലേക്ക് ഇറങ്ങി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നേ ഇത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഇത്രയും അപകർഷതാബോധം ഉള്ളൊരു, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, 10 പേരുണ്ടെങ്കിൽ 7 പേർക്കും ഉണ്ട്. അത് തുറന്നു പറയാത്തതാണ്. തുറന്നു പറയാത്തവർക്ക് വിഷമായതുകൊണ്ട്, അല്ലാതെ നാണക്കേടായിട്ടോ ഒന്നുമല്ല. ഇനിയും കളിയാക്കൽ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള വിഷമം ഉള്ളതുകൊണ്ടാണ്. പാളയം ബേസി എന്ന സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് കയറി വേറെ ലെവലിലായി. ഇനിയിപ്പോ താഴെ ട്രോള് വരാൻ നേരത്തെ മഞ്ജുവിന്റെ എന്റെ ഇതിനോട് വല്ല കഴുത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ പാളയം ബേസി എന്ന സിനിമയുടെ റിലീസിങ് ജനുവരി 5-ാം തീയതി ഒക്കെയാണ്. നല്ലൊരു സിനിമയാണ്. അതെല്ലാം ഞങ്ങള് കുറഞ്ഞ പ്രകടനങ്ങൾ ഞങ്ങളുടെ മനസ്സിലുള്ളതും തലയിലുള്ളതും തലച്ചോറിലുള്ളതുമായിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. അത് ഇനിയും പറയും, അത് ഇനിയും ഞങ്ങളെ പറ്റി എഴുതി ഇനിയും ഞങ്ങൾ പറയും. അതിന് പേടിയില്ല. അത് ഞങ്ങൾ ട്രോളർമാരെ പേടിച്ചിട്ടല്ല ഇത്ര കാലം ജീവിച്ചത്. മൊബൈലില്ലാത്തവരായിട്ട് ജീവിച്ച് കലാപരിപാടികൾ ചെയ്തു വന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. മൊബൈലില്ലാത്ത ടൈമിൽ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ട്, സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം ഓടി അന്ന് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. കാലമായിട്ടുള്ള ഈ ഇതൊക്കെ വന്നത് അതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന വിഭവങ്ങളല്ല. എന്നെ ഒരുപാട് ഞാൻ കേരളത്തിലെ വിവാദമായ 3 വലിയ കേസുകളിൽ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. അത് തന്നെ പേടിപ്പെടുത്തിയിട്ടില്ല. പിന്നെ കുറെ ആൾക്കാർ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഞാനിത് ശ്രദ്ധിക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് ട്രോളർമാരും മൈരന്മാരെ എല്ലായിടത്തും ഞാൻ പറഞ്ഞു വന്ന ചെന്ന് നിന്ന സ്ഥലം എവിടെയാണ്? ഞാൻ പറഞ്ഞതൊരു കോമഡി പ്രോഗ്രാം ധർമ്മജനും പിഷാരടി നിന്ന് ഷോ ചെയ്തിട്ടുണ്ട്. ആ കോമഡിയിൽ ധർമ്മജനും പിഷാരടി അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി പറയുന്നു. ധർമ്മജനും പ്രശ്നമില്ല, പിഷാരടിക്കും പ്രശ്നമില്ല. അതൊരു പ്രോഗ്രാം മാത്രം. ആ ധർമ്മജനും പ്രശ്നമല്ല, അതൊരു വേദിയില അല്ല സമൂഹത്തിലല്ല പറയണേ. അതൊരു സ്റ്റേജ് ഷോയുടെ വിജയമായിട്ടാണ് പറയുക. പിഷാരടി ധർമ്മജനെ പറയുന്ന ഒരു കോമഡി അത് ചിലപ്പോൾ പിഷാരടിനെ പറയാൻ ചിലപ്പോൾ അത് കിട്ടില്ല. സലീംകുമാർ ഏട്ടൻ പറയുന്ന ഒരു കോമഡി വേറൊരു ഫിഗറുള്ള ആള് പറഞ്ഞാൽ അത്രത്തോളം കിട്ടില്ല. ആ രീതിയിൽ കോമഡിക്ക് വേണ്ടി മാത്രം നമ്മൾ തമാശ പറയുന്നു
എന്ന് അല്ല, ഞാൻ- അതല്ല ചേട്ടാ, അതിനകത്തൊരു മാറ്റമുള്ളത്, അതിനകത്തൊരു മാറ്റമുണ്ട്. അതായത് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരാളുടെ ജനറ്റിക്കലായിട്ട് വരുന്ന ചില കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോമഡി പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അതേസമയം ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്ത് അതിനെ അവതരിപ്പിച്ച് അതിൽ കൈയടി നേടുകയാണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ സംസാരിച്ചത്. അല്ല, അത് ഈ സ്റ്റേജ് ഷോയിൽ സ്റ്റാർ മാജിക്കിലാണെങ്കിലും ഒരു പ്രോഗ്രാം വരുന്നത് പങ്കച്ചനാണെങ്കിലും ശ്രുതിയാണെങ്കിലും ഞാനീ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോമഡികൾ നമ്മൾ പറയണത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഞാനൊരു കറുത്ത വലിയ കളർ പറഞ്ഞ ആളാണെന്ന് അപ്പൊ അതുപോലെ കളർ പറഞ്ഞ ഒരുപാട് സമൂഹം ഉണ്ട്. നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തമാശ ഉണ്ടാക്കാം. ഇതിനെയാണ് ചോദ്യം. അല്ല, ഇതിപ്പോ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് ഞാൻ മൈക്കില്ലാതെ കാര്യം പറയാം. ഞാനിപ്പോ ആദ്യം നിങ്ങളോട് സംസാരിച്ചതും ഇതല്ല. ഈ ക്യാമറ എടുത്തിട്ട് അടുത്ത ഇനിയിപ്പോ നമ്മളെ വലിച്ചു കീറി ഉണ്ടാവാതെ കാരണം ഒരുപാട് ഒരാളുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പൊ ഈ സംസാരിച്ചതും അല്ലെങ്കിൽ വേറെ ബോഡി ഷേമിങ് നല്ലൊരു കലയാണ് എന്നൊന്നുമല്ല പറഞ്ഞു. നിങ്ങൾ പ്രേക്ഷകരും ഈ യൂട്യൂബ് ചാനലുകാരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ഹ്യൂമറിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഗിന്നസ് ബക്കർ ചേട്ടനും ടിനി ടോമുമാണ് ഫീൽഡിൽ വന്ന് അവർ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഈ ആൾക്കോ ഈ പുള്ളിക്കും അതൊരു കുഴപ്പമല്ല. അതൊരു ഹ്യൂമറിന്റെ ഭാഗം മാത്രം. സ്റ്റേജിൽ വരുന്ന ഷോകളുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ അവിടെ നമ്മൾ ആ വ്യക്തി അങ്ങനെ പറയുന്നതായിട്ട് അതിനെ എടുക്കണ്ട. പിന്നെ വലിയ അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ വലിച്ചു കീറരുത്. ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും പറഞ്ഞത് ഈ സിനിമയെ പറ്റി നല്ലൊരു സിനിമയാണ്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ നല്ലൊരു സിനിമയാക്കാൻ, എൻ്റെ മനസ്സിലുള്ളൊരു സിനിമയാക്കാൻ അങ്ങേയറ്റം സഹായിച്ച എൻ്റെ പ്രൊഡ്യൂസർ ഡോക്ടർ വലിയൊരു പങ്കുണ്ട്. ഡോക്ടർക്ക് തുടക്കം മുതലേ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബേക്കിംഗ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി തന്ന ഡോക്ടർ വളരെ നന്ദി പറയുന്നുണ്ട്. ജനുവരി 5 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം.